ചേച്ചി നമസ്കാരം. നമസ്കാരം. പേരെന്തായിരുന്നു? സീന ജയശീലൻ. ചേച്ചി, സുരേഷ് ഗോപിക്ക് കൂടെ വല്ല സാധ്യത ഉണ്ടോ? പിന്നെന്താ, അങ്ങനെ സാധ്യതയുണ്ട്. ജയിക്കും ജയിക്കും ജയിക്കും. എന്താ കാരണം അങ്ങനെ പറയാനുള്ളത്? കാരണം ഇത്രയും കാലത്ത് ഒരു 5 വർഷത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് നാട്ടുകാർക്കും എല്ലാവർക്കും അറിയേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇനി ആവശ്യത്തിന് അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഈ നാട്ടുകാർക്ക് ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ടോ? പിന്നെന്താ, അതെല്ലാവരും അത് പ്രൂവ് ചെയ്തതാ. പിന്നെ എന്തിനാ പിന്നെ രണ്ടാമത് പറയേണ്ട ഒരു ആവശ്യമില്ല. അവിടെ ഈ സേവന പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ നാട്ടുകാർ വോട്ട് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെന്താ, അതല്ല എല്ലാവരും ഇപ്പൊ സ്ത്രീകളടക്കം എല്ലാവരും സ്ത്രീകളുടെ എല്ലാം ഒരു മിക്ക വോട്ടുകളും സുരേഷ് ഗോപി കിട്ടുന്ന ഉറപ്പാണ്. 100% ഉറപ്പാണ്. അത്രയും അതില്ലേ. മതപരമായിട്ടുള്ള വേർതിരിവിനൊക്കെ ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ. മണിപ്പൂർ പോലെ വിഷയങ്ങളൊക്കെ എടുത്തിരുന്നുണ്ട്. അപ്പോഴത്തെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടോ? അത് കുറച്ചൊക്കെ കിട്ടും. ബാക്കി എന്താ കിട്ടാത്തത്? ബാക്കി പിന്നെ അത് അവരെ എങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചു കൊടുക്കുക. അത് നമുക്കൊന്നും തിരുത്താൻ പറ്റില്ല. ഇല്ല, അത് ഇനി ഇതിപ്പോ ജയിച്ചാൽ ഇനി അവര് ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിൽ വന്നോളൂ. ഒരൊറ്റ തെരഞ്ഞെടുപ്പ്, ഒരൊറ്റ ഇന്ത്യ. അങ്ങനെ ഈ നമ്മുടെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ പറയാനുള്ളത്? അത് ഇപ്പൊ കണ്ടില്ലേ, മോദിനെ പറഞ്ഞില്ല മറ്റുള്ള പൈസ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞ കേട്ടില്ലേ. അപ്പൊ അതൊക്കെ ജനങ്ങൾ ബുദ്ധിയുള്ള ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവർക്കും അറിയാം. പക്ഷെ അവരെ പാർട്ടിപരമായിട്ട് ബേസ് ചെയ്തിട്ട് അവര് അങ്ങനെ വാദിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓരോ അവർ പറഞ്ഞ ഞങ്ങൾ പുറത്ത് പറയില്ല. പ്രവർത്തനം ഇങ്ങനെ പാർലമെന്റ് മണ്ഡലത്തിൽ 7 ലക്ഷം സ്ത്രീകളുടെ വോട്ട്, അത് ഏറ്റവും കൂടുതൽ നേടാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണോ? അത് 100% ശരിയാണ്. ചില സ്ത്രീകൾ മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ എന്താണ് നാട്ടിൽ നടക്കുന്നത് മുഴുവൻ എല്ലാവർക്കും മീഡിയയിലൂടെ, നമ്മുടെ ചാനലിലൂടെ ഇല്ല ചാനലിലൂടെ മാധ്യമങ്ങൾ മുഴുവൻ എന്താ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കീഴിലുള്ള മാധ്യമങ്ങളാണ്. അതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ളതേ പറയുള്ളൂ. മുക്കുവ സമുദായത്തിന്റെ വോട്ട് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ അത് BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. അത് ഇത്തവണ കഴിഞ്ഞ വട്ടത്തെ പോലെ തന്നെ കോൺഗ്രസിന് പോയി കഴിഞ്ഞാൽ BJP പരാജയപ്പെടാനുള്ള സാധ്യതയില്ലേ? ഇല്ല, BJPക്ക് പോവില്ല. മത്സ്യത്തൊഴിലാളികളും മനസ്സിലാക്കി കഴിഞ്ഞു. അവർക്ക് ഇനി സുരേഷ് ഗോപി വന്നാൽ മാത്രമേ ഇനി നമുക്ക് രക്ഷയുള്ളൂ എന്ന് അവരും മനസ്സിലാക്കി കഴിഞ്ഞു. അത് ഉറപ്പല്ലേ സുരേഷ് ഗോപിക്ക് തന്നെ. അതിലൊരു മാറ്റമില്ല. 100% സുരേഷ് ഗോപി തന്നെ ജയിക്കും, ഉറപ്പാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് പറയാനുള്ളത്? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഇപ്പം മനസ്സിലായല്ലോ, മോദിജി പറഞ്ഞിട്ടുണ്ടല്ലോ. അത് കിട്ടാത്ത എല്ലാ ഏതൊക്കെ ആളുകളാണ് നിക്ഷേപകർ, അവർക്ക് എല്ലാവർക്കും സ്വത്ത് കെട്ടിവെച്ചതിൽ നിന്ന് പണം തിരികെ അവർക്കൊക്കെ കൊടുക്കും. അതെന്തുകൊണ്ട്? സുരേഷ് ഗോപി അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് മാത്രം. പ്രവർത്തനമൊക്കെ നന്നായി നടക്കുന്നു. ഞങ്ങളിപ്പോൾ 4ാം ഘട്ടമായി പ്രവർത്തനം. സുരേഷ് ഗോപിക്ക് ഈ ഒരു ഘട്ടത്തിലെത്തുന്ന സമയത്ത് വിജയ സാധ്യത ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഇപ്രാവശ്യം എന്തായാലും സുരേഷ് ഏട്ടൻ തൃശ്ശൂർ എടുത്തിരിക്കും, ഉറപ്പാണ്. ഇപ്പോ ഈ നാട്ടിക വാടാനപ്പള്ളി ഈ തളിക്കുളം മേഖലയിലല്ലേ കൂടുതലായിട്ടുള്ള ഒരു അരയ സമുദായം ഉണ്ടല്ലോ, മുക്കുവ സമുദായം, അവരുടെ വോട്ട് ഇത്തവണ ആർക്ക് ലഭിക്കുന്ന പ്രതീക്ഷ? എൻ്റെ പ്രതീക്ഷ ഇപ്രാവശ്യം സുരേഷ് ഏട്ടന് കിട്ടുന്നതാണ്.
കാരണം ഓരോ മീഡിയാസിലൊക്കെ വരുന്നത് അവർക്ക് കൂടുതൽ സഹായങ്ങൾ സുരേഷ് ഏട്ടൻ ചെയ്യുമെന്നാണ് അവർക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മീഡിയാസിൽ ഇപ്പോൾ കഴിഞ്ഞ വട്ടം അത് TN പ്രതാപന് ലഭിച്ചിരുന്നല്ലോ ആ വോട്ടുകളൊക്കെ. അത് കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോരാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആളെ MP ആയിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു വികസനങ്ങളും ആൾ ചെയ്തിട്ടില്ല. ആള് 5 കൊല്ലം MP ആയിട്ട് പോയിട്ട് ഇതുവരെ ആളെ ഇവിടെ കണ്ടിട്ടില്ല. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞങ്ങളെയും കൂടി MP ആയിരുന്നല്ലോ ആള്. ഞങ്ങൾ ഇതുവരെ ആളെ ഇവിടെ കണ്ടിട്ടില്ല. ഒരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ VS സുനിൽകുമാർ ഉണ്ടല്ലോ, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തെ പറ്റി എന്താ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം? ആള് വിജയിക്കുന്നുള്ള രീതിയിൽ സർവേ ഫലങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സർവേ ഫലങ്ങളൊക്കെ വരുന്നുണ്ട്. CPIയുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നതാണ് എല്ലാവരും ഇവിടെ ചിലത് ഇടതുപക്ഷത്തിന്റെ ഈ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അതും പറയുന്നുണ്ട്. കാരണം അവര് ഇവിടെ രണ്ടാണെങ്കിലും ഇവിടെ വിട്ടുകഴിഞ്ഞാൽ കേരളം വിട്ടുകഴിഞ്ഞാൽ അവർ ഒന്നാണല്ലോ. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം BJPയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് എന്തായാലും നടക്കുന്നുണ്ട്. അത് കേരളത്തിലുള്ളതാണല്ലോ. എപ്പോഴും BJPനെ എങ്ങനെയൊക്കെ തോൽപ്പിക്കാം, സുരേഷേട്ടനെ എങ്ങനെയൊക്കെ കരിവാരി തേക്കാം എന്നൊരു മാധ്യമങ്ങളൊന്നും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് ചർച്ച ചെയ്യുന്നില്ലല്ലോ, എന്താ കാര്യം? അത് വോട്ടായിട്ട് മാറുമല്ലോ. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അനുകൂലമാവുമെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. കാരണം സുരേഷേട്ടനാണല്ലോ അത് ഏറ്റെടുത്തിട്ട് നമ്മൾ പദയാത്രയൊക്കെ നടത്തിയ ആൾ ഇത്തിരി ഇതായിട്ട് നിൽക്കണമല്ല. സുരേഷേട്ടനല്ല അതിനെ അനുകൂലമായിട്ട് കാര്യങ്ങൾ നടത്തിയിരുന്നത്. അപ്പം അതുകൊണ്ട് സുരേഷേട്ടൻ അത് വോട്ടായിട്ട് മാറുന്നതാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് അവർ ഇപ്പോൾ സംസാരിക്കില്ല. പ്രത്യേകിച്ചും മീഡിയാസ് സംസാരിക്കില്ല. വിജയം ഉറപ്പാണ് ഇവിടെ ഇത്തവണ. വിജയം ഉറപ്പാണ് ഇത്തവണ. സുരേഷേട്ടൻ എന്തായാലും തൃശ്ശൂർ എടുത്തിരിക്കും, ഉറപ്പ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. മോദിജിയെ കാണാൻ വന്നേക്കാണ്, കുന്നംകുളത്താണ്. എങ്ങനെയാണ് BJPയുടെ സാധ്യത? സാധ്യത എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാർലമെൻറ്റ് BJP തവണ എടുക്കും എന്നാണ് നമ്മളുടെ വിശ്വാസം. കാരണം ഇതൊരു തെരഞ്ഞെടുപ്പ് യുദ്ധമല്ല, പോരാട്ടമാണ് നടക്കുന്നത്. കാരണം തൃശ്ശൂർ പാർലമെൻറ്റിൽ അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗം വളരെ BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിശയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് BJP തൃശ്ശൂരിൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ K മുരളീധരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായ സമയത്ത് മുസ്ലിം വോട്ടുകൾ TN പ്രതാപൻ പിടിച്ചതുപോലെ പിടിക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത് LDFിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപിനെ ബാധിക്കില്ല? അങ്ങനെ ബാധിക്കുന്നില്ല. ഇവിടെ ഏകദേശം 70% സ്ത്രീകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇപ്രാവശ്യം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ സാന്നിധ്യം, അവരുടെ കൂട്ടായ്മ, അവരുടെ പങ്കാളിത്തം അദ്ദേഹം വരുന്ന മേഖലയിൽ വളരെ കാര്യമായി കാണുന്നു. അപ്പോൾ സ്ത്രീകളുടെ വോട്ട് ഭൂരിപക്ഷം സുരേഷ് ഗോപിക്ക് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷ നമുക്ക് കാണുന്നു. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിം ആയാലും മറ്റു മത സംഘടനകളായാലും ഇത്തവണ അത് മറികടക്കുക എന്ന് പറഞ്ഞാൽ സാധ്യത കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആത്മവിശ്വാസമാണ്. മോദി കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടിയുടെ പേരിൽ തൃശ്ശൂരിലൊരു മന്ത്രി ഉണ്ടാകും. ആ മന്ത്രി സുരേഷ് ഗോപി ആകും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലാണ് ഇന്ന് തൃശ്ശൂർ പാർലമെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ SDPI കേരളത്തിൽ UDFിനൊരു പിന്തുണ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഏകദേശം ഒരു 15,000 മുതൽ 20,000 വരെ SDPI PFI വോട്ടുകൾ നിലവിൽ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട്. ഇത് UDFിന് അനുകൂലം തന്നെ ആകാൻ സാധ്യതയില്ല? UDFിന് അനുകൂലം എന്ന് പറയാൻ സാധിക്കില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ എതിരിലാണ്. അപ്പോൾ PDFിൻ്റെ വോട്ട് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല സുരേഷ് ഗോപി മത്സരിക്കുന്നതും BJP മത്സരിക്കുന്നതും. അപ്പോൾ PDF എന്താണെന്നും നമുക്ക് പ്രശ്നമില്ല, SDPI. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു പ്രശ്നമുള്ളതല്ല. കാരണം